ശ്രീ അനിൽ ആർ മധു, ശ്രീമതി ഷീബ, ശ്രീ അച്യുത് ശങ്കർ, വേദിയിലിരിക്കുന്ന പേരോർക്കുളം കള്ളമ്പള്ളി റെസിഡൻറ്റ് അസോസിയേഷനിൻ്റെ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പേരോർക്കുളം കള്ളമ്പള്ളി റെസിഡൻറ്റ് അസോസിയേഷനിൻ്റെ ഓണം സംഗമവും ഇവിടെ ഇതിൻ്റെ വാർഷിക ഓണ ആഘോഷവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഒരു റെസിഡൻറ്റ് അസോസിയേഷന് ചെയ്യാനപ്പെട്ടു. 23 വർഷം മുമ്പ് ഇവിടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആകുമ്പോൾ എല്ലാ മാസം അന്ന് ഏകദേശം 23 വർഷം മുമ്പ് ഏകദേശം ഒരു 50ഓളം റെസിഡൻറ്റ് അസോസിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിറ്റിയിൽ. അവരുടെ മീറ്റിംഗ് ഞാൻ കൃത്യമായിട്ട് എടുക്കുകയായിരുന്നു. അന്നത്തെ പ്രശ്നം റെസിഡൻറ്റ് അസോസിയേഷൻകാർ എന്നോട് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റി ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് കണ്ടതില്ല, രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് ഡ്യൂട്ടി കുറവാണ്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മോഷണങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരുപാട് വേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം സെക്യൂരിറ്റി. സ്ത്രീകൾക്കെതിരായിട്ട് സെക്യൂരിറ്റിയുടെ പ്രശ്നം ഒരു വലിയ രീതിയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലും വന്നിട്ടുണ്ട്. ഒരു റെസിഡൻറ്റ് അസോസിയേഷന് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റും? റെസിഡൻറ്റ് അസോസിയേഷൻകാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു പോലീസ് ഓഫീസറായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇത്. അത് ഇപ്പോ ഇത് നിലവിൽ ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒന്ന് ആലോചന നടത്തി അത് നടപ്പാക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായ കാര്യമാണ് CCTVകൾ. അത് എല്ലാ ജംഗ്ഷനിൽ, വീടിലാണെങ്കിൽ വീടുകളിൽ അത് വയ്ക്കാനുള്ള സമയം കഴിഞ്ഞു. നമുക്ക് പത്രത്തിൽ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നു, TV-യിൽ കാണുന്നു. ഇപ്പോൾ കൂടുതൽ കള്ളന്മാരെ പോലീസ് പിടിക്കുന്നത് CCTV-ന്റെ സഹായം കൊണ്ടാണ്. വലിയ സഹായമാണ്. അതോ ഇതുവരെ ഏർപ്പാട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ രാത്രി 10 മണിക്ക് എല്ലാ TV ചാനലുകളിലും ക്രൈം ഫയൽ സംബന്ധിച്ച് ഒരു TV പ്രോഗ്രാം ഉണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. അതിലവിടെ പോലീസ് പിടിക്കുന്നത് എല്ലാ കള്ളന്മാരെ പിടിക്കുക, ആരെ പിടിക്കുക, CCTV നോക്കിയിട്ടാണ്. അപ്പോൾ താങ്കളുടെ കോളനിയിലെ ഈ സംവിധാനം ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതോ കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം സ്ട്രീറ്റ് ലൈറ്റ് തന്നെയാണ്. ലൈറ്റ് ഈസ് ദ ബെസ്റ്റ് പോലീസ്മാൻ. സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം കത്താണെങ്കിൽ എത്രത്തോളം നമുക്ക് കള്ളന്മാരുടെ ശല്യം കുറയ്ക്കാൻ സാധിക്കും. ലൈറ്റ് ഇല്ലാത്ത ഇരുട്ടിലാണ് ഇവർ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ലൈറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ കോർപ്പറേഷൻ ലിമിറ്റ് ആണോ പഞ്ചായത്ത് ലിമിറ്റ് ആണോ എന്ന് അറിയില്ല. അവരോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ, നമ്മുടെ സ്കൂൾ പോകുന്ന, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത് കൂടെ ആൺകുട്ടികൾക്ക് വേണ്ടിയും അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുക.
റെസിഡന്റ് അസോസിയേഷനിന്റെ ചുമതലയാണ് ഇത്. ഈ അസോസിയേഷന്റെ ലിമിറ്റിൽ താമസിക്കുന്ന കുട്ടികൾ സ്വയമായിട്ട് അവരുടെ രക്ഷ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരിക്കണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി കരാട്ടെ ക്ലാസ്സോ കുങ്ഫുവോ കലരി ഫൈറ്റോ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ഒരു സ്കൂൾ കോളേജിൽ പോകുന്ന ആളാണ് ഞാൻ. 4500 സ്കൂൾ കോളേജുകളിൽ കഴിഞ്ഞ 5-6 വർഷത്തിൽ ഞാൻ പോയിട്ടുണ്ട്. 4500. അവിടെയും പറയുന്നത് ഈ കാര്യമാണ്. പക്ഷെ പറഞ്ഞ പോലെ കാര്യങ്ങൾ സ്കൂൾ കോളേജുകളിൽ നടക്കുന്നില്ല. അപ്പൊ അവിടെ നടക്കാത്തത് കൊണ്ട് റെസിഡന്റ് അസോസിയേഷന് ഈ വഴി കുട്ടികളെ സ്വയം രക്ഷ അൺആർംഡ് കോംബാറ്റിന് വേണ്ടി കുട്ടികളെ പര്യാപ്തം ആക്കണം. രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ മൊത്തം ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടെന്ന് വേസ്റ്റ് ഡിസ്പോസലാണ്. അതിനെ സംബന്ധിച്ച് കുറെ നല്ല പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്റെ കോളനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് സെന്റ് തോമസ് സ്കൂളിന്റെ അപ്പുറത്താണ്. മുക്കോല ശ്രീനാരായണ ഗുരു റെസിഡന്റ് അസോസിയേഷൻ. രാവിലെ ഞങ്ങൾ വേസ്റ്റ് എല്ലാം പുറത്ത് വയ്ക്കും. ഓട്ടോയിലെ ഒരാൾ വരും, ആ വേസ്റ്റ് കൊണ്ടുപോകും. ഞങ്ങളെല്ലാം പൈസ കൊടുക്കും. പക്ഷേ ആ ഓട്ടോക്കാരോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാ വീടുകാർ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല സർ. ഇനിയും കുറച്ച് വീടുകൾ 400 രൂപ വരെ അവർക്ക് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ വേസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. റെസിഡന്റ് അസോസിയേഷന്റെ സെക്രട്ടറിയോ ഒക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ വ്യവസ്ഥ ഈ ആരും പുറത്തു നിന്ന് വന്നിട്ട് വേസ്റ്റ് കൊണ്ടുപോകാനുള്ള വ്യവസ്ഥ ഉണ്ടോ ഇല്ലെങ്കിൽ തുടങ്ങണം. പിന്നെ എല്ലാ ആ വീടുകളിൽ ഏകദേശം ഒരു റെസിഡന്റ് അസോസിയേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് 500 വീട് മുതൽ 1000, 1500 2000 വീടുകളാണ് ഉണ്ടാവുക. എല്ലാം അതിനായിട്ട് പങ്കെടുക്കണം. ഇല്ലെങ്കിൽ കേരളം ഒരു വലിയ വേസ്റ്റ് സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഒരു പുതിയ റോഡ് വന്നിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിനേക്ക് പോവുകയാണെങ്കിൽ അവിടെ നോക്കിയാൽ വേസ്റ്റിന്റെ കൂമ്പാരം നമുക്ക് കാണാം. എവിടെ പോയാലും വേസ്റ്റ് കാണുന്നു. അതുകൊണ്ട് രോഗങ്ങൾ പടരുന്നു. പുതിയ രോഗം. എത്ര രോഗങ്ങൾ കേരളത്തിലുണ്ട്? അതിലൊരു കാരണം വേസ്റ്റ് നമ്മുടെ സൈഡിൽ കിടക്കുന്നതാണ്. ഈ റെസിഡന്റ് അസോസിയേഷന് അതൊരു പ്രശ്നമാകാൻ പാടില്ല. പിന്നെയാണ് പട്ടികളുടെ ശല്യം. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലാതെ നമ്മുടെ നാട്ടുകാരായിട്ട് അതിന് പരിഹാരം നമ്മൾ ഒന്നും കണ്ടുപിടിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.